കാരണം ഒരുപാട് ആളുകൾ പലതും ചോദിച്ചുകൊണ്ട് ഇയാളെ ഒന്നിനും ഉത്തരം പറയില്ല പോലെ. അപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അയാൾ കൂടുതൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫോൺ അടിച്ച് അയാൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് മറുപടി കിട്ടുന്നില്ലല്ലോ, ഇവിടെ തിരക്കിക്കല്ലേ, ഞാൻ കുറച്ച് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്തു, ഫോൺ ചെയ്തു. കാരണം ഇത് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് ആയിട്ട്, അതുകൊണ്ട് അവരെ വലിച്ചെടുക്കുക എന്ന് പറയില്ലേ, അതായത് മൊബൈൽ അവർ നോക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് മൊബൈൽ അവരെ വലിച്ചെടുത്തിരിക്കുകയാണ്. ആ നിലയ്ക്ക് അതിനകത്ത് ഉള്ളിലേക്ക് കയറിപ്പോയ ഒരു വിഭാഗത്തെ സ്മാർട്ട് ഫോൺ സോംബി എന്ന പേരിൽ ബാംഗ്ലൂർ കോർപ്പറേഷൻ നിരത്തുകളിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ഹസാർഡ് സിഗ്നൽ, അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന മറ്റൊന്ന്. അപ്പോൾ ഇത് മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് മുഖം ഇങ്ങനെ താഴേക്ക് പിടിച്ച് നടന്നു പോകുമ്പോഴും ഈവൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പോലും അതിൽ എൻഗേജ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ ഉയർത്തുക, തല ഉയർത്തി നടക്കൂ എന്നത് പറയുന്നതോടൊപ്പം അങ്ങനെ നടക്കുന്ന ഒരു യങ് ജനറേഷനെ സൂക്ഷിക്കൂ എന്ന് ബാംഗ്ലൂർ പോലെ അത്രയും ശ്രദ്ധയുള്ള ഇന്ത്യയിലെ നഗരം കോർപ്പറേഷൻ ഒരു ഹസാർഡ് സിഗ്നൽ ബോർഡ് വെക്കുന്നു. എന്താണ് ഇതിൻ്റെ പദവും അതിൻ്റെ ചരിത്രവും ഒക്കെ? സോംബി എന്നുള്ളത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവിടെ പാരമ്പര്യമായിട്ട് നമ്മൾ പറഞ്ഞ ആഭിചാരക്രിയകളൊക്കെ നടത്തിയിട്ട് മരിച്ച ആളുകൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചില സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മരിച്ച വ്യക്തി ഈ തിരിച്ചു കൊണ്ടുവരാന്നൊക്കെയാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ മാംസമൊക്കെ കുറച്ചൊക്കെ ദ്രവിച്ച് അളിഞ്ഞ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ മുഖത്തിൻ്റെയൊക്കെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടാവും, കൈയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരു തരത്തിലെന്ന് വെച്ചാൽ ഏന്തി വലിഞ്ഞുള്ള നടത്തം ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഫിഗറിനെയാണ് ശരിക്കും പറഞ്ഞാൽ സോംബി എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ആത്മാവ് വേറൊരു സ്ഥലത്തും ശരീരം എവിടെയും നിൽക്കുന്നൊരു ഇതായിരിക്കും. പിൽക്കാലത്ത് ഈ ഡ്രഗ് അഡിക്ട്സുകൾ അവരുടെ ഈ അത്തരത്തിലുള്ള സമൂഹങ്ങൾ തന്നെ വികസിച്ച സമയത്ത് പലപ്പോഴും പല തെരുവുകളിലും ഈ രീതിയിൽ മറ്റേ കൊളാപ്സ്ഡായ രൂപത്തിൽ, ഒരു നിലയ്ക്ക് നീട്ടി അടക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെ ആയ വ്യക്തികൾ, അവരെയാണ് പിന്നീടും ഈ സോംബികളായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും ഇത് അതിൻ്റെ ഒരു നല്ല വാണിംഗ് ആണ്. ഒരു അഡിക്ഷൻ എന്ന അർത്ഥത്തിൽ ഇത് എത്രത്തോളം മാരകമാണ് എന്നുള്ളതൊരു സൂചിപ്പിക്കുന്ന നല്ലൊരു സൈനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് ആയിട്ട്, അതുകൊണ്ട് അവരെ വലിച്ചെടുക്കുക എന്ന് പറയില്ലേ, അതായത് മൊബൈൽ അവർ നോക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് മൊബൈൽ അവരെ വലിച്ചെടുത്തിരിക്കുകയാണ്. ആ നിലയ്ക്ക് അതിനകത്ത് ഉള്ളിലേക്ക് കയറിപ്പോയ ഒരു വിഭാഗത്തെ പിന്നെ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരൊന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സിഗ്നൽ നിലത്തിൽ എന്താണ് അത് നല്ലൊരു പദപ്രയോഗമാണ്. ഹസാർഡ് സിഗ്നൽ എന്നതിനപ്പുറത്ത് ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രയാസം ഈ മൊബൈൽ ഫോൺ അഡിക്ഷനെയാണ് അവർ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെ ഒരു വാർത്തയും ഒരു ബോർഡും ഒന്നും വരാൻ കാത്തിരിക്കാതെ തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇത് വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾക്ക് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു മനോഭാവം എന്താ വെച്ചാൽ ന്യൂ ജനറേഷൻ, പുതിയ കുട്ടികൾ, പുതുതലമുറ, അവർക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ എന്നതാണ്. ഒരു പരിധിവരെ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പ്രശ്നം എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കൊക്കെ എന്തുണ്ട്, ഈ ഫോൺ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കൂടുതൽ അതിലേക്ക് നോക്കേണ്ടി വരുന്നുണ്ട്. അതൊരു വിഷയമാണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് ഇത് ഒരു പുതിയ ജനറേഷൻ്റെ മാത്രം ഒരു പ്രശ്നമാണ്, അവരനുഭവിക്കുന്നതാണ് എന്ന ഒരു നരേറ്റീവിൽ നിന്ന് മാറി മൊത്തത്തിൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അനുഭവിക്കുന്ന പ്രശ്നമാണ്, അതിന് മൊത്തത്തിലൊരു പരിഹാരം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉണ്ടാവേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. ഇപ്പോൾ നോമോഫോബിയ എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ പറയുന്നുണ്ടല്ലോ. അതായത് മൊബൈൽ ഫോൺ കയ്യിലില്ലെങ്കിൽ ഒരു പേടി, ഒരു പ്രയാസം, ഒരു ഫോബിയ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. ഒരു മൊബൈൽ കയ്യിലില്ലെങ്കിൽ മറ്റേ അതിന് ശാസ്ത്രമൊന്നും എനിക്കറിയില്ല, ഈ അപസ്മാരം ഉണ്ടാകുന്ന ആൾക്കാരെ കയ്യിൽ താക്കോൽ കൊടുത്താൽ പെട്ടെന്ന് നിൽക്കുന്ന പറഞ്ഞ പോലെ ഈ ആകെ ഒരു വറിയായിരിക്കും. മൊബൈലാണ് കൊടുത്താൽ ഒരാശ്വാസം കിട്ടുന്ന ഒരവസ്ഥ ഇപ്പം ഉണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ചുരുക്കി പറയണമെങ്കിൽ രണ്ട് കാര്യത്തിലേക്ക് ഒതുക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ ഫോണ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒന്ന് വേർ, അതുപോലെ വൈ, ഹൗ മച്ച്, വാട്ട്. ഈ ചോദ്യങ്ങൾക്ക് എന്ത് വേണം, കൃത്യമായ ഉത്തരം വേണം. ഇതറിയാതെയുള്ള ഉപയോഗങ്ങളാണ് പലപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. മറ്റൊന്ന് എന്താ വെച്ചാൽ ഒരു എക്സസീവ് ഡിപ്പെൻഡൻസ് ഓൺ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ.
അതായത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഒരു അമിതമായ രീതിയിൽ ആശ്രയിക്കുന്ന ഒരവസ്ഥ. ഈ രണ്ട് വിഷയത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഫോൺ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ വേറെന്ന് പറഞ്ഞല്ലോ, എവിടെയാണ് ഫോൺ ഉപയോഗിക്കേണ്ടത്, ഇതിന് കൃത്യമായ കാഴ്ചപ്പാടും ബോധവൽക്കരണവും നമ്മൾ കൊടുക്കണം. ഇപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 3 പേരും ഒരു കാര്യത്തിന് വന്നതാണ്, ഒരാവശ്യത്തിന് വന്നു, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സഫ്വാൻ എന്ത് ചെയ്തു, ഒരു ഫോൺ വന്നു, നിങ്ങളാണ് എടുക്കുക. നിങ്ങൾക്കത് ഓർമ്മ വേണ്ടേ, ഞാനിപ്പോൾ ഒരു ഡിസ്കഷനിലാണ്, ഇപ്പോൾ ഈ ഡിസ്കഷൻ പൂർത്തീകരിക്കണം, അതിന് ശേഷം എനിക്ക് ആ ഫോൺ എടുക്കാൻ പാടുള്ളൂ. ആ ഓർമ്മ ഇല്ലേ ഇല്ല. അത് ക്ലാസ് ആണോ, അത് പിന്നെ ഓഫീസാണോ, മീറ്റിംഗ് ആണോ, മരണവീടാണോ, കുടുംബത്തുമായി സംസാരിക്കുന്ന സംഗതിയാണോ, അതല്ലെങ്കിൽ ഞാൻ ഡ്രൈവിങ്ങിലാണോ, അതല്ലെങ്കിൽ മറ്റ് പിന്നെ വേറെ എവിടെയെങ്കിലും ആണോ, ഇങ്ങനെ ഒരു പരിസരബോധവും ഇല്ലാതെ ഫോൺ വന്നാൽ പിന്നെ എന്തായി. ഇത് എനിക്കൊരു അനുഭവമുണ്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂർ പിന്നെ KSRTC സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ KSRTC സ്റ്റാൻഡിൽ രാത്രി ഭയങ്കര തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ അവിടെ ആ പിന്നെ എൻക്വയറി ഇതിൻ്റെ മുമ്പിൽ, കൗണ്ടറിൻ്റെ മുമ്പിൽ, ഇനി അടുത്ത ബസ് എപ്പോഴാണ്, പെരിന്തൽമണ്ണയ്ക്ക് എപ്പോഴാണ് ബസ് എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടൂല. കാരണം ഒരുപാട് ആളുകൾ പലതും ചോദിച്ചുകൊണ്ട് ഇയാളെ ഒന്നിനും ഉത്തരം പറയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അയാൾ കൂടുതൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫോൺ അടിച്ച് അയാൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇത് മറുപടി കിട്ടുന്നില്ലല്ലോ, ഇവിടെ തിരക്കിക്കല്ലേ, ഞാൻ കുറച്ച് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്തു, ഫോൺ ചെയ്തപ്പോൾ ഉത്തരം കിട്ടി. ആ സംബന്ധിച്ച് ഈ ഫോണ് അടിച്ചിട്ട് എടുക്കാൻ അവിടെ ആളില്ല എന്നുള്ളതാണ് എന്ത്, അത് മേലുദ്യോഗസ്ഥന്മാർ വരെ വീക്ഷിക്കുന്ന പ്രശ്നമാണല്ലോ. അതാണ് ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം. അപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ആളുകളുടെ രീതി എന്താ വെച്ചാൽ, നേരിട്ട് കാണുമ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അതെന്നാ ഫോണിൽ പറയാന്നുള്ളത്, അങ്ങനെയല്ല, ഫോണിലേക്ക് അങ്ങോട്ട് പോയിട്ട്, അതുപോലെ തന്നെ ഫോൺ ഒരു പരിസരബോധമല്ലാതെ ഉപയോഗിക്കുന്ന രൂപം. അപ്പോൾ അത് ആദ്യത്തെ ഒരു വിഷയം അതാണ്. അതായത് ഫോൺ എവിടെ വെച്ചും ഉപയോഗിക്കുക എന്ന രീതി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്തിന് ഞാൻ ഫോൺ കയ്യിലെടുക്കുന്നു. ഇപ്പം ഞാൻ ഈ പിന്നെ പാത്രം കയ്യിലെടുക്കണം, എന്തിനാ, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് വെള്ളം കുടിക്കണം, ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. ഒരു കത്തി, ഈ ചാവി ഞാൻ കയ്യിലെടുക്കുന്നു, എന്തിനാ, വണ്ടി ഓടിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഓരോ കാര്യത്തിനും. പക്ഷേ ഈ ഫോൺ എന്തിനാ എടുക്കണമെന്ന് വെച്ചാൽ എടുത്തിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. ആൾക്കാരെ ആലോചിക്കണത് ഇത് എന്തിനാണ്. പിന്നെ ഇങ്ങനെ ലോക്ക് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ നോക്കി ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത്. മറ്റേ ഒരു കത്തിയാണെങ്കിൽ കത്തി നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പോയി എടുത്ത് നോക്കുമോ, സ്കെയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി എടുത്ത് നോക്കുമോ. അതൊക്കെ അതിൻ്റെ ഉപയോഗവും വരുന്ന സമയത്തിലെടുക്കുള്ളൂ. ഫോൺ അങ്ങനെയല്ല, ഫോൺ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, എടുത്തു പോകും. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മളൊന്ന് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഹൗ മച്ച്, എത്ര സമയം. ഇപ്പോൾ ശരിക്കും പറയുന്നത് ഒരു ആവറേജ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഒരാളുടെ സ്ക്രീൻ ടൈം ഇപ്പോൾ 9 മണിക്കൂർ എന്ന് പറയുന്നത്. അങ്ങനെ 9 മണിക്കൂറാണെങ്കിൽ ഇപ്പോൾ 20 വയസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാൾ ഏകദേശം 70 വയസ്സ് വരെ ജീവിച്ചാൽ പിന്നെ ഒരു 29 കൊല്ലം, 29 വർഷം അയാളുടെ സ്ക്രീൻ ടൈം ആയിരിക്കും, അയാൾ ഫോണിലായിരിക്കും. ആയുസിൻ്റെ എത്ര ഭാഗമാണ് ഫോണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ആളുകളൊന്ന് ബോധവൽക്കരിക്കണം. പിന്നെ എന്തിനാണ് ഫോൺ എടുക്കുന്നത്, അവിടെ ഒരു പ്രയോറിറ്റിൻ്റെ പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ളത്. അതായത് ഇപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്, ആ ആവശ്യത്തിനായിരിക്കും ഫോൺ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഫോൺ ഉപയോഗത്തിൻ്റെ മാത്രം വിഷയമല്ല, ജീവിത വീക്ഷണത്തിൻ്റെ കൂടി വിഷയമാണ്. അതൊരു ഫോൺ വിഷയത്തിൽ മാത്രം നിർത്താൻ നമുക്ക് കഴിയില്ല. അപ്പോൾ പ്രത്യേകിച്ചൊരു ജീവിത വീക്ഷണവും ജീവിത ലക്ഷ്യവും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അവൻ അറിയാതെ ഫോണിന് അടിമയായി പോകും. ഈ ഫോണിൻ്റെ രൂപം എന്ന് പറയുന്നത് എന്താ, ഫോൺ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് ഇത് പിന്നെ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂട്യൂബ് എടുത്താൽ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടാണ് ആൾക്കാർ കാണുന്നത്. ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തിട്ടാണ് കാണുന്നത്. സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല കാണുന്നത്, ഇതിൻ്റെ അൽഗോരിതം ഉദ്ദേശിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് അവർ കമ്പനിയും അതുപോലെ അതിൻ്റെ മെക്കാനിസവും നമ്മൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, അവരാണ്. അപ്പോൾ അവരിങ്ങനെ നമുക്കനുസരിച്ച് പ്രൊമോട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിനാണ് നമ്മൾ സമയം കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു ഗോളില്ല, പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ല, എൻ്റെ സമയം എന്തിനു വേണ്ടി ചിലവഴിക്കണമെന്നുള്ള ധാരണ എൻ്റെ അടുത്തില്ല. അങ്ങനത്തെ ആളുകളെ നമുക്ക് കൃത്യമായ എയിമില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്യും, പോകും. ഇതാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി എന്തിന് ഫോൺ കയ്യിലെടുക്കുന്നു, എന്തിനു ഉപയോഗിക്കുന്നു, അതിന് ജീവിത വീക്ഷണവുമായി അതിനെന്തുണ്ട് കൃത്യം. അപ്പോൾ ആളുകളുടെ ഫോൺ ഉപയോഗം മാത്രമല്ല ഇതിലെന്ത് ചെയ്യേണ്ടത്, ഈ ഫോണൊന്നും തലങ്ങട്ട് എടുക്കണമെങ്കിൽ
ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വീക്ഷണം, സമയത്തെക്കുറിച്ചുള്ള ബോധം, എന്താണ് ജീവിതത്തിൽ മനുഷ്യൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ധാരണ, ഇതൊക്കെ ബേസിക്കലായിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഫോണ് മര്യാദക്ക് ഉപയോഗിക്കാൻ കൂടി പഠിപ്പിക്കുന്നൊരവസ്ഥ വരുള്ളൂ. ഇതിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഈ ഇത്തരം ഗാഡ്ജറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് നോട്ട് ചെയ്തത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാൻ തോന്നുന്നു, നമുക്ക് ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഒന്ന്, നല്ല വെളിച്ചമുള്ള മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന ഒറ്റക്കല്ലാത്ത സ്ഥലങ്ങളിൽ ഇരുന്ന് മാത്രം ഫോൺ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ ഒരു 45 സെൻറ്റിമീറ്റർ ചുരുങ്ങിയത് ഒരു കൈമുട്ടോളം ദൂരം പാലിച്ച് ഫോൺ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുക. പിന്നെ മൂന്നാമത്തത്, കഴുത്തും നട്ടെല്ലും നിവർത്തി ഇരുന്ന് ഫോൺ ഉപയോഗിക്കുക. കിടന്നും ചെരിഞ്ഞും ഉപയോഗിക്കാതിരിക്കുക. രാത്രി ബെഡിലേക്ക് ഫോൺ ഒരിക്കലും എന്ത് ചെയ്യുക, കൊണ്ടുപോകാതിരിക്കുക. നാലാമത്തെ കാര്യം, 20 മിനിറ്റ് മാത്രം ഒറ്റ സമയം ഫോൺ ഉപയോഗിക്കുക. തുടർന്ന് അല്പനേരം ഫോൺ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക. അഞ്ചാമത്തെ കാര്യം, ഉപയോഗിക്കുന്ന ഓരോ മിനിറ്റും പ്രൊഡക്റ്റീവ് ആവാനും തിന്മകളിലേക്ക് അടുക്കാതിരിക്കാനും സമയം പാഴാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ആറാമത്തെ വിഷയം, ചാർജ് ചെയ്തും മറ്റും അത് ഉപയോഗിക്കാതിരിക്കുക. ബ്രൈറ്റ്നസ് കൃത്യമാണ് എന്നെന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഏഴാമത്തത്, ഫോൺ ആവശ്യങ്ങൾക്കുള്ളതാണ്. ഫോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ആവശ്യം എന്ത് ചെയ്യുക, സ്വയം ചിന്തിച്ച് ഉപയോഗിക്കുക. പിന്നെ വീട്ടിൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഫോൺ നൽകുന്നുണ്ടെങ്കിലും മുതിർന്ന കുട്ടികൾ എന്ന നിലയ്ക്ക് ആ വിഷയം എന്ത് ചെയ്യുക, പ്രത്യേക ഒരു ശ്രദ്ധ അവരിലുണ്ടാകുക. ഇങ്ങനത്തെ കുറച്ച് പൊതു കാര്യങ്ങൾ എന്ത് ചെയ്യുക, മുതിർന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളുടെ വിഷയത്തിൽ അവർക്ക് വാശി പിടിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഫോൺ കൊടുക്കാതിരിക്കാനുള്ള ശ്രദ്ധയും എന്ത് ചെയ്യണം, അവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കേവലം ഒരു ചെറുപ്പക്കാരുടെയോ പുതിയ ജനറേഷൻ്റെ വിഷയമല്ല, എല്ലാവർക്കും ഇതിലെന്തുണ്ട്, ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യും, ഉണ്ടാവും. എന്തെങ്കിലും അല്ല, അത് സമയം ഒരുപാട് പോയിട്ടുണ്ട്. അവിടെ രണ്ട് കാര്യങ്ങളാണ് അത് പറഞ്ഞത്. ഞാൻ ഇതിനെ കാണുന്നത് ഇതൊരു അഡൽട്ട് ഇഷ്യൂ ആയിട്ടാണ്. എന്നുവെച്ചാൽ ഇവിടെയുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാരണവന്മാരായിട്ടുള്ള ആളുകൾ ബോധവൽക്കരിക്കപ്പെടുന്നതിലൂടെ മാത്രമേ ഇതിനിപ്പോൾ പരിഹാരമുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഒരാൾ മദ്യപാനിയാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നതിന് അതിന് ചില കാരണങ്ങളുണ്ടാവും. സമാനമായ രൂപത്തിൽ തന്നെ ചില കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികളും ഇതിൻ്റെ ഓവർ യൂസിലേക്ക് പോകുന്നത്. പിന്നെ ഈ ഗാഡ്ജറ്റ് മാത്രമല്ല പ്രശ്നം. ഈ ഗാഡ്ജറ്റിനൊരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ അത് ഹാൻഡിയാണ്, പോർട്ടബിളാണ്, എങ്ങോട്ടോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള പ്രശ്നമുള്ളൂ. അതേസമയം ഇതിനകത്തെ കണ്ടൻറ്റാണ് ഇവരെ അഡിക്റ്റഡ് ആക്കുന്നത്. അപ്പോൾ ഈ കണ്ടൻറ്റ് നാവിഗേഷൻ എന്നുള്ളതിൽ പാരൻസിനെ സംബന്ധിച്ചോളം ഒരു റോളില്ലെങ്കിൽ, അവരേതെങ്കിലും നിലയ്ക്ക് ആ വിഷയത്തിൽ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഏതെങ്കിലും നിലയ്ക്ക് ആ കാര്യത്തിൽ അവർ ഇടപെടുന്നില്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചുള്ള സ്വതന്ത്ര ഉപയോഗമുള്ളൊരു വസ്തുവായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പാരൻസിനെ സംബന്ധിച്ചോളം അവർക്ക് എപ്പോഴാണ് ഒരു കുട്ടി ഇതിൻ്റെ ലിമിറ്റ് മാറുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കൃത്യമായ അവയർനെസ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ എങ്കിൽ മാത്രമേ അവരിലൂടെ ഈ ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവരാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ കുട്ടികളെ വളരെ ചെറുപ്രായത്തിൽ, വൾണറബിലിറ്റി ഉള്ളൊരു പ്രായത്തിൽ ഇത് നൽകിക്കൊണ്ട് അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്.